ഇതാണ് ആനയുടെ അസ്ഥികൂടം. കണ്ട നല്ല അടിപൊളി കൊമ്പാണ്. ഇതാ അതിൻ്റെ തല ഇങ്ങനെ വന്നതാ, അതിൻ്റെ കാലിൻ്റെ അസ്ഥി. ഇതിനെയാണ് നമ്മൾ മാരകമായിട്ട് ഉപദ്രവിക്കൽ. കണ്ടോ, ആനയുടെ അസ്ഥികൂടാണിത്. അതിൻ്റെ ഒറിജിനലാണിത്, പ്ലാസ്റ്റിക്കും ഫൈബറൊന്നുമല്ല, ഒറിജിനൽ അസ്ഥികൂടം. ഇത് തൃശ്ശൂർ മ്യൂസിയത്തിലെ ഒരു പ്രധാന കാഴ്ചയാണ്. കയറി വരുന്ന മുന്നിൽ തന്നെ ഉള്ളത് ആ വാലിൻ്റെ അസ്ഥിത. മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഫ്രെയിമിൽ കൊള്ളില്ല, അത്രയും വലുപ്പമുണ്ട്. പിന്നെ ഇതാ കരടിയുടെ ഒറിജിനൽ കരടിയുടെ ഇതിൽ പിന്നെ എന്താ പറയുക, ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിൽ ഫേസൊക്കെ ചെയ്തിട്ട് ഒറിജിനൽ കരടി. ഇത് ഒറിജിനൽ പുലിയാണ്. കടുവയാണ്, പുലിയല്ല. പുലി എന്ന് പറഞ്ഞാൽ പുള്ളിയായിരിക്കും, ഇത് കടുവയാണ്. കടുവയുടെ ഇത് ഒറിജിനൽ കടുവയുടെ വേഴ്സിലിതാ മറച്ച് വെച്ചിട്ട്. ഇത് ഒറിജിനൽ മാൻ ഫോർ ഇത് മാങ്കി മനുഷ്യ പണ്ടത്തെ പിന്നെ നമ്മുടെ മുന്നുണ്ടായിരുന്ന മനുഷ്യരുടെ മുഖം ഇതേപോലെ ആയിരുന്നു എന്നാണ് കുരങ്ങിൻ്റെ മുഖം. വാഴ മുറിച്ചിട്ട് നമ്മളിങ്ങനെ മനുഷ്യരായതാണ്. ഇപ്പോൾ കണ്ട ആ മുഖം ഒരു കുരങ്ങിൻ്റെ മാതിരിയില്ലേ. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾ നിരീക്ഷ ക്യാമറയുടെ പരിധിയിലാണ്. ഇത് പലതരം കല്ലുകളാണ്. ഇതെന്താണ്, ഇതൊക്കെ പലതരം കല്ലുകളാണ്. ഇത് പ്രദർശന വസ്തുക്കൾ തുടരുത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പലതരം വഞ്ചികൾ, പണ്ടത്തെ പലതരം വഞ്ചികളാണിത്. കണ്ടോ, എത്ര ഐറ്റങ്ങളാണെന്നറിയോ, പല രൂപത്തിലും ഭാഗത്തിലും. ഇത് തോണികൾ, ഇതിൽ തോണിയുണ്ട്. നമ്മുടെ ആലപ്പുഴ ജലോത്സവത്തിന് ഉപയോഗിക്കണ ഇതാണ്. ഇത് തോണി, വഞ്ചി, പലതരം വഞ്ചികൾ. ഇത് കണ്ടോ, അന്നത്തെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ കപ്പൽ, എന്താ പായക്കപ്പൽ എന്ന് പറയുക. അതിൽ യന്ത്രമൊന്നുമില്ല, തുഴഞ്ഞു പോയിരുന്ന സാധനങ്ങളാണ്. ഇതാ പലതരത്തിലുള്ള തോണികൾ, അതിൻ്റെ മാതൃകകളാണ് ബോട്ട് പോലെയൊക്കെ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ വന്നാൽ ഇവിടെ നിന്ന് വന്നത് ഇവിടെ ഉണ്ടാക്കി വെച്ചാണ്. ഇത് ഒറിജിനൽ റെയിൽവേണിത്, പണ്ടത്തെ റെയിൽവേയുടെ ഒരു മാതൃക. അത് കണ്ടോ, റെയിലിങ്ങനെ വന്ന് അതിലിങ്ങനെ വന്ന് ഇതിങ്ങോട്ട് പോകും. ഇത് ട്രാമോ മോഡലാണിത്. കേരളത്തിൽ അടുത്ത കാലത്ത് വരെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് 50 മൈൽ അകലെയുള്ള പറമ്പുകുളത്ത് നിന്ന് തടി വന്നിരുന്നത് ഇങ്ങനെയായിരുന്നു, ഈ മാപ്പിലൂടെ ആയിരുന്നു. അത് ആ തടിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആ മില്ലാണ് കാണുന്നത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ തുലാത്തോക്ക് എന്ന് പറയും, പണ്ടത്തെ ത്ലാസാണ്. അത് തുലാത്തോക്ക് ഇതൊക്കെ തന്നെ ഇത് കൈത്തേക്കാണിത്. തുലാത്തേക്ക് കഴിഞ്ഞാൽ കൈത്തേക്ക്. ഇത് നമ്മൾ പാടത്ത് പണ്ട് പോത്തിൻ്റെ നടുക്കിൽ കെട്ടിയ ഊർച്ച മരം. ഇത് നഖം അല്ല, അത് കരി നഖം. ഇത് നമ്മൾ കയ്യായിട്ട് തുഴഞ്ഞിരുന്ന അല്ല തേവിയിരുന്ന വെള്ളം, മോട്ടറുകളൊക്കെ വരുന്ന കൈത്തേക്ക് എന്ന് പറയും. ഇത് നുഖാണ്, ഇതാണ് നുഖം. അത് കലപ്പയുടെ മാതൃകയുള്ള ഒറിജിനലല്ല. ഇത് പല്ലൻ മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആൾ കയറിക്കുന്നുണ്ട്. അതങ്ങനെ നേരത്തുള്ള വല്ലം മുട്ടി. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ തൂക്ക്, പണ്ടത്തെ തൂക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോഴത്തെ തൂക്ക് മെഷീനല്ല. ഇത് എന്തോന്നാണ്, ഇത് ചർക്കയുടെ രൂപമാണ്. ചർക്ക അങ്ങനെ അല്ലാതെ കടന്ന് മൂർത്തി വയ്ക്കുക ചെയ്യുക. ചർക്കയിൽ നൂല് ഇതൊക്കെ ചെയ്യണം. അത് ഞാൻ ഒറിജിനൽ കണ്ടിട്ടുണ്ട്. ഇത് മരം കൊണ്ടുള്ള പരിചയമാണ്. പണ്ട് ദായ്മൊക്കെ വെട്ടുകൊണ്ടിട്ടുണ്ടല്ലേ, ഒരു യുദ്ധം ചെയ്യുമ്പോൾ മറ്റേ അടുത്ത ആളുടെ വെട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറേ വെട്ടൊക്കെ കൊണ്ടിട്ട് തടവൊക്കെ ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ കണ്ടത്. പിന്നെ മേനാവ് രാജാക്കന്മാരൊക്കെ പോയിരുന്നതാണിത്. പല്ലക്ക് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് പണ്ടത്തെ പ്രഭുക്കന്മാരൊക്കെ പോവുക. മേനാവ് ഇതിന് ഡോളി എന്നും പറയും. ജപ്പാനീസ് ഇത് പണ്ടത്തെ വാള്.
ഇതാ രാജാക്കന്മാരുടെ വാളാണ് ഈ കാണുന്നത്. അത് ഉറയിൽ വെച്ചിട്ടുള്ള ഇതാ പലതരത്തിലുള്ള വാളുകളുണ്ട് ഇതിൽ. ഇത് കുന്താണ്, കൂർത്ത വാള്, അതായത് കുത്തിയിട്ടാണ് ആൾക്കാരെ പോകുന്നത്. ഇത് കണ്ടോ? പിന്നെ അത് ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൻ്റെ കൂർപ്പാണ്. ഇതിൽ യുദ്ധം ചെയ്തിട്ട് എന്താ ചെയ്യുക? ഒറ്റ കുത്ത് നെഞ്ഞത്തെ കൊണ്ട് കുത്തിയ അത് അങ്ങനെ തുളഞ്ഞാണ് കയറും. ഇത് തൃശ്ശൂർ മൃഗശാലയിൽ ഉള്ളിലുള്ള പാലസിൻ്റെ ഉള്ളിലാണ് നമ്മൾ. 2 പാലസിൻ്റെ ഇവിടെ. അവിടെ നിന്ന് കണ്ട പലതരം യുദ്ധവാളുകൾ. ഇതാ പണ്ട് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത് കണ്ട ഒരു വാള്, പണ്ട് ചേകവരൊക്കെ ഉപയോഗിച്ചിരുന്ന പിന്നെ വാളുകൾ പെട്ട ആ സൈസ് വാളാണ്. ഇതാ കണ്ടോ? ഇത് കണ്ട തലപ്പൊക്കെ കണ്ട മുറിഞ്ഞിട്ട് യുദ്ധത്തിനൊക്കെ നല്ല എത്ര യുദ്ധങ്ങൾ ഇത് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയും. ഇതൊരു വലിയ നീണ്ട മണ്ണാണ്. ജപ്പാനീസാണ്. ഇത് ജപ്പാനീസാണ്. ഇത് പലതരത്തിലുള്ള വാളുകളും പണ്ടത്തെ കത്തികളുമാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൗതുക വസ്തുക്കളാണ്. ഇത് കൊച്ചിയിലെ മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ദർബാർ ഉടുപ്പുകളാണ്. ഇതൊരു ശൂരൻ്റെ ശിരസ് ആണിത്. ഇവിടെ കാണുകയാണെങ്കിൽ കുറേ കാണാനുണ്ട്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് കണ്ടോ? ഇന്ന് നമുക്കത് ഒരു കഥയായിട്ട് തോന്നുമെങ്കിലും രാജാവിൻ്റെ ഒരു ജുബ്ബ പോലത്തെ ഒരു ഡ്രസ്സ്, ഇത് പാൻറ്റ്, ഇന്ന് നമ്മൾ മോഡലാക്കി ഉപയോഗിക്കുന്നതാണ്. ഇത് കണ്ടോ? അവരുടെ പലതരത്തിലുള്ള തൊപ്പികൾ, ഇത് കൊച്ചി മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. ദർബാർ ഉടുപ്പുകൾ എന്നാണ് ഇതിന് പറയുക. ഇത് കൊച്ചി മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ദർബാർ ഉടുപ്പുകളിലെ തൊപ്പികളാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള തൊപ്പികൾ ഉപയോഗിച്ചിരുന്നത്. ഇതതിൻ്റെ അവരുടെ ചിഹ്നമാണിത്. ഇതതിൻ്റെ ചോട്ടിലാണ്. ഇതവരുടെ ഇത് ഈ വലിയ വലിയ തമ്പുരാക്കന്മാരുടെ മുന്നിലൊക്കെ ഉണ്ടാകും. വെറ്റിലൊക്കെ അടക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവർ ആ മുന്നിലിരുന്നിട്ട് മുറുക്കാൻ വെച്ചിരുന്ന പെട്ടികളും അതേപോലെ താമ്പൂലപ്പെട്ടികളൊക്കെ പറയും. ആ പെട്ടികളെ കുറിച്ചാണത്. ഇത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ വർഗങ്ങളുടെ വേഷവിധാനങ്ങളാണിത്. നമ്മളെ കേരളത്തിൽ 200 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നർത്തകൻ ഇങ്ങനെയായിരുന്നു. നായാടി, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അടുത്ത കാലം വരെ ഉണ്ടായ നായാടികൾ വന്നിരുന്നു. കാടരിങ്ങനെയായിരുന്നു. വസ്ത്രം അവർ മുണ്ട ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മാറൊന്നും മറക്കില്ല. ഇത് തമിഴ് ബ്രാഹ്മണരിങ്ങനെയായിരുന്നു. അവർക്ക് നമ്പൂതിരിമാരിങ്ങനെയായിരുന്നു. അവർക്ക് വസ്ത്രമൊക്കെ ഉണ്ടായിരുന്നു. തമിഴ് ബ്രാഹ്മണരിങ്ങനെയായിരുന്നു. പിന്നെ സ്ഥാനി നായന്മാരിങ്ങനെയായിരുന്നു, ഉറിയിട്ടിട്ട്. ഇത് ഈഴവർ, ഇത് തിരുവതിരി, അങ്ങനെ കുറേ വർഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. സിറിയൻ ക്രിസ്ത്യാനികൾ, ബനിയ, കറുത്ത ജൂതർ, വെളുത്ത ജൂതർ, അവിടെ ഉണ്ടായിരുന്നു കറുപ്പും വെളുപ്പൊക്കെ. അതേമാതിരി നെന്മണി കൊണ്ട് കെട്ടിയുണ്ടാക്കിയ പറയണത് കല്യാണപ്പറയെന്ന് പറയും. കല്യാണത്തിനൊക്കെ ഇതായിരുന്നു മുന്നിൽ നിറച്ച് വെച്ചിട്ട് ഈ നെല്ല് കൊണ്ട് ഉണ്ടാക്കിയ കണ്ടോ? ഇത് നെല്ല് കൊണ്ട് ഇങ്ങനെ വട്ടത്തിലുണ്ടായി. ഇതിന് മുകളിൽ നിന്നിട്ട് തെങ്ങമ്പൂക്കുല വെക്കുമ്പോൾ നിറച്ച് നെല്ല് നിൽക്കും. കല്യാണപ്പറയെന്നും പറയാറുണ്ട്. ഇത് തൊടുപുഴയത്തെയാണ്. അടുത്തത് നാരായം, പറ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണിത്. ഇത് യോഗദണ്ഡാണിത്, യോഗദണ്ഡ്. പിന്നെ ഇത് കണ്ടോ? ഇതൊക്കെ പണ്ട് രാജാക്കന്മാരൊക്കെ വെച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇരിക്കുന്നു. പിൻപ് പരുത്തി വസ്ത്രമാണ് ഇരിക്കുന്നത്. അത് കാണില്ല, അതവിടെ പൊതിഞ്ഞ് വെച്ചതാണ്. ഗോകർണം എന്ന് പറയുന്ന സാധനമാണത്. ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വലിയ കൊടുത്തത്. ആറന്മുള കണ്ണാടി ഇതാ. പക്ഷെ ഇപ്പം കണ്ണാടി ഒന്നും കാണുന്നത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നു. ഒരു നോക്കിയിട്ട് പോലെ ഭംഗിയിൽ പതിഞ്ഞിട്ട് അതിൻ്റെ വെളിച്ചമൊക്കെ പോയി, കണ്ണാടിയുടെ വെളിച്ചം പോയി. അത്രയ്ക്കും ഭംഗിയായിരുന്നു ഇത്ര അവരെ കാണാൻ. ഇത് വാൽക്കണ്ണാടി ഇതായിരിക്കണം. ഇത് മൊന്ത. ഈ മൊന്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ചങ്ങലപ്പട്ട, ഇത് പൂജയ്ക്ക് പോയി വയ്ക്കും. ഇത് ഹുക്ക എന്ന് പറയും. ഇത് പറയാം കിണ്ടി. ഇത് മോന്ത. ഇതൊരു മോന്തയാണ്. ഇതിങ്ങനെ തുപ്പക്കോളാമ്പി ഉണ്ട് ഇതിൽ. ഇത് തുപ്പക്കോളാമ്പിയാണ്. ഇതിൽ അകത്തിരുന്നിട്ട് തുപ്പൊന്നാൻ പറയാം. പരപ്പ് ഇഷ്ടപ്പെട്ട് എൻ്റെ മുറുക്കിയിട്ടൊക്കെ പുറത്തേക്കൊന്നും പോയിട്ട് വേറെ ആരെങ്കിലും പണിക്കാർ കളയുന്നത്. ഇത് ചട്ടുകാണ്. പണ്ടത്തെ മരത്തിലെ ഇപ്പോഴും ഉണ്ട്. ഇത് കലപ്പ. ഇത് വടക്കനുളി.
ഇപ്പോൾ അത് വടക്കനുള്ളി വല്ല പോയിക്കൂലൊക്കെ മുഷിയനാണ്. ഇതിനെന്താ പറയുക തെക്കനുള്ളി. പിന്നെ അടുത്തത് കാണാൻ പോകുന്നത് കമണ്ഡലം. ഞാൻ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് കാണുന്നത്. ഇത് പണ്ടത്തെ സ്റ്റാമ്പുകൾ ഇതാണ്. കൊച്ചിൻ ഏഞ്ചൽ കൊച്ചിനാണ് 3 പ്രൈസ് 3 പൈസയാണ് ഇതിന്. ചോട്ടിൽ വെക്കണ അമെന്താ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവണില്ല. ബാഹുകൻ എന്ന് പറഞ്ഞാൽ വിദൂഷകൻ, അതായത് ഈ രാജദാസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് വിദൂഷകനും ബാഹുകനും. അത് കണ്ടങ്ങനെ ഈ രൂപമായിരിക്കും. ഇതൊരു പെണ്ണും ഇതൊരാണും. പിന്നെ ഇതിൽ ആടിൻ്റെ മുഖമാണിത്, കുരങ്ങൻ്റെ മുഖമാണിത്. ഏകദേശം നമ്മളെയൊക്കെ പോലെ തന്നെ ഉണ്ട്, മനുഷ്യരെ പോലെ. ഇത് കുരങ്ങൻ്റെ മുഖമാണ്. ഇതിനെ കണ്ടാൽ എന്തിൻ്റെ മാതിരി ഉണ്ട് കണ്ടോ? എന്താ അതിൻ്റെയൊക്കെ തോന്നുന്നതാണ്. ഇത് ചെകുത്താൻ്റെ മുഖം എങ്ങനെയാണ്? ചെകുത്താൻ ഏതായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചെകുത്താനിപ്പോൾ കാണാൻ കഴിഞ്ഞതിലേക്ക് വളരെ സന്തോഷം. ഇതാണോ ചെകുത്താൻ? ഇതിനെ കണ്ണിന് 2 കുത്തു കൊടുത്താൽ അതിൻ്റെ പണി കഴിയും. അതിനെ ഇപ്പോൾ ഇത് പന്നിയുടെ മുഖമാണിത്. ഇത് കാളയുടെ മുഖം. ഇത് ക്ഷേത്രങ്ങളിൽ ഗോപുരത്തിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പല നാട്ട വിഗ്രഹത്തിൻ്റെ നിലക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് വലിയ കിണ്ടി. ഇത് തുപ്പക്കോളാമ്പി. അയ്യോ, ഞാൻ എത്ര ചാരുകസാലയിൽ ഇരുന്നിട്ട് തുപ്പിയിട്ടുണ്ട് എന്നറിയാം ഈ കോളാമ്പിയിൽ. ഇതും ഒരു തുപ്പക്കോളാമ്പി. അന്ന് ഞാൻ രാജാവായിരുന്നു എന്നൊക്കെ സംശയമുണ്ട്, ഇപ്പോഴേക്ക് പറയാൻ പറ്റില്ല. ഇതാണ് മദ്ദളം, ഇതാണ് ചെണ്ട, ഇത് എടയ്ക്ക, ഇത് തബല. ഇതിൻ്റെ പേര് ചെണ്ടയിൽപ്പെട്ട പേര് എനിക്കറിയില്ല. ഇത് എടയ്ക്ക ചുവട്ടിൽ, ഇത് ചെറിയ എടയ്ക്ക, ഇത് വേറൊരു എടയ്ക്ക, ഇത് വേറൊരു എടയ്ക്ക. ഇതിന് പീപ്പി എന്ന് പറയുന്നതിൻ്റെ ഒരു പേരുണ്ട്. ശ്രുതി, നാഗസ്വരം. നാഗസ്വരമാണ്. ഇതൊക്കെ നാഗസ്വരം. പിന്നെ ഈ നമ്മൾ ഈ തായമ്പയ്ക്ക് കുറുകുഴൽ വളഞ്ഞിട്ടുള്ള കുഴലില്ലേ, അതാണ് ഇരിക്കണത്. പിന്നെ ഇത് ഒറ്റത്താളം, അതിലൊരു വടിയിട്ട് ഇങ്ങനെ ടിൻറ്റിന്ന് അടിക്കും. ഇത് ഇലത്താളം, ഇത് കുഴിത്താളം, ഇത് മദ്ദളം. മദ്ദളം പലവിധമുണ്ട്. ഇനി കാണാൻ പോകുന്നത് വീണ. പണ്ട് ഞാനൊക്കെ ഇവിടെ നിന്നിട്ട് വീണ വായിച്ചിരുന്നപ്പോഴേ ആ വീണ തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ അടുത്ത് കളവ് പോയതാണ്. ഇത് സ്വരബത്ത്. ഇതിപ്പോൾ അധികം ആൾക്കാരും വായിക്കാറില്ല. ഇതിനെ കമ്പി കഴിച്ചിട്ടുണ്ട്. അടിപൊളി സാധനമാണിത്. ഇത് വായിക്കാൻ അറിയണവരിപ്പോൾ വളരെ കുറവാണ്. ഇനി അടുത്തത് നന്ദുണി. നന്ദുണി ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടുന്നത്. നന്ദുണി മുറ്റ അവിടെ ആ ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താണ്? പുള്ളുവക്കുടം. പുളവക്കുടമല്ല, പുള്ളുവന്മാരിങ്ങനെ പാടുന്നേ ഓമന ഉണ്ണീട്ടേ നറുറ് പാടുന്നേ, ആ പാട്ട് വന്നത്. ഇത് മിഴാവാണ്. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കരമായ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നുണ്ട് രാജാക്കന്മാരൊക്കെ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്തൂട്ടത് ഭീമനാത്ര. ഇത് എൻ്റെ അമ്മ, ഭീമന് ഇത്ര വലിയ കയ്യും ഇത്ര വലിയ തലയും